TV ഇഷ്ടമുള്ള വെക്കൂല. അപ്പൊ ഞാൻ അപ്പുറത്തെ എപ്പോഴും കാണും. അപ്പൊ എന്നെ എല്ലാ ദിവസം ദേഷ്യപ്പെടും. അപ്പം കാപ്പാച്ചി, കാപ്പരി, ഗുണ്ട. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മത്ത് പോയി പറഞ്ഞു, അല്ല അപ്പനെ വിളിച്ച് പറഞ്ഞു. അപ്പൊ അപ്പ അത് പറഞ്ഞ അപ്പ ഇങ്ങോട്ട് വന്നിട്ട് അന്നെ നല്ല അടി പഠിക്കാൻ പറഞ്ഞു. എന്നിട്ട് അയ്യറെ ഞങ്ങൾ വെള്ളത്തിൽ 3 പേര് കളിച്ചപ്പോ ഞാൻ കുളിക്കാൻ പോവാന്ന്. അപ്പൊ ഹന്ന അയറിന്റെ കൂട്ടം കൂടി നിന്നു. ഹന്ന അയർത്ത് ചെവിയിൽ വന്നപ്പോ തന്റെ ഇവിടെ കുണ്ടിയിലടിക്കുന്നു. അതൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ ഇന്ന് ആയിരുന്നു എന്തൊക്കെ ചെയ്ത A4 പേപ്പറിന് എന്താ പറഞ്ഞത്? ഞങ്ങള് ഫസ്റ്റ് തുടങ്ങി. എന്നിട്ട് ഞങ്ങള് ഷീറ്റിങ്ങനെ എഴുതാന്നു. അപ്പമില്ലേ അപ്പൊ ഞങ്ങൾ എഴുതി കഴിഞ്ഞ് എന്റെ മടിക്ക് വെച്ച് എന്റെ മടിക്ക് വെച്ചപ്പോ എന്റെ കയ്യിലാണ് അയറിന്റെ പേപ്പർ എഴുതി അയർ മടിക്ക് വെച്ചു. എന്നിട്ട് ഞങ്ങൾ ചേഞ്ച് ആക്കി. അയറിന്റെ A4 ഷീറ്റ് എനിക്ക് തന്നു, എന്റെ A4 ഷീറ്റ് അയറിക്ക് കൊടുത്തു. അപ്പം ഞങ്ങൾ അയറാണ് ടീച്ചർ. അയറ് എന്റെ കരച്ചിൽ തിരിച്ചു. അയറിന്റെ A4 ഷീറ്റ് എന്റെ കയ്യിൽ തന്നു. അപ്പൊ എന്റെ A4 ഷീറ്റ് അയറിന്റെ കയ്യിലാണ്. അപ്പൊ ടിക്ക് വെച്ചു അയറി. അപ്പൊ മടിക്ക് വെച്ചപ്പോ ഇങ്ങനെ തുറന്ന് വെച്ചപ്പോ എന്റെ കയ്യിൽ തന്നു. അപ്പൊ ഞാൻ കളിക്കാനില്ല പറഞ്ഞു. അപ്പൊ ഞാൻ TV കാണാന്ന്. അപ്പത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും വഴക്ക് പിടിച്ചു. ഞാൻ റൂമിൽ പോയി എന്റെ അയ്യ മൂടി വിളിച്ച് വലിച്ചു. ഞാൻ കരിഞ്ഞു. അയ്യ മൂടി വിളിച്ച് വലിച്ചു. ഞാൻ അയ്യ പിച്ചെന്നെയും പിന്നെ മൂടി വലിക്കണ്ടേ കൊറേ. അപ്പൊ അയ്യർ എന്നെ ദേഷ്യപ്പെടും. ഞാൻ ഇങ്ങനെ വെച്ചാൽ അവൾക്ക് ഇഷ്ടില്ല. ഞാൻ ദേഷ്യപ്പെടും. അല്ല അയ്യർ എന്റെ ദേഷ്യപ്പെടും. അപ്പൊ ഞാൻ എന്താ വെറുതെ ഇങ്ങനെ ഉണ്ടിട്ട് എന്താ അവളെ ദേഷ്യപ്പെടും. പിന്നെന്താ ഇങ്ങനെ വെച്ചാൽ അവർക്ക് ചിരി വരും. അവരെ ഇക്ലാക്കിയാൽ ചിരി വരും. ഇങ്ങനെ ഇക്ലാക്കിയാൽ ചിരി വരും. പിന്നെ ചില സമയത്ത് ദേഷ്യമുണ്ട്, ചില സമയത്ത് ദേഷ്യമില്ല. ഈ ടിവിയില് അതില് ഗെയിം ഉണ്ട്, കാർ റേസിങ്. അത് കളിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാനും അയറിയിലും ഇവിടെ ഇരിക്കും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാറ്റാൻ പറയും. അപ്പൊ അന്ന മാറ്റൂല. ഞാൻ അന്നത്ത് എന്തെങ്കിലും പറഞ്ഞാൽ തട്ടി മുട്ടി വെക്കാൻ പറയും. അപ്പൊ അന്ന ഒരു തട്ടി മുട്ടി വെക്കുള്ളൂ. അവിടെ എപ്പോഴും ബോബ്ലോസ് ഇങ്ങനെ വെക്കും. ഇഷ്ടമുള്ളത് ഹന്നാന്റെ മാത്രം. അയറിന്റെ എന്റെയും ഇഷ്ടമുള്ളത്. അപ്പൊ ഹന്ന ഞാൻ ഹന്നത്തെ അതിൽ തട്ടിമുട്ടി വെക്കാൻ പറയും. അപ്പൊ ഹന്നയും തട്ടിമുട്ടി വെച്ചു. അപ്പൊ ഹന്ന അയറിതാ ഫ്രണ്ട് റൂം ഓടി ചെന്നിട്ട് ഫ്രണ്ട് റൂം പോയി. ഞാൻ ഒറ്റയ്ക്കുള്ള അയർ എന്നെ സെറ്റോട്ട് അടിച്ചു, ഹന്ന എന്നെ സെറ്റോട്ട് അടിച്ചു. പിന്നെ അന്ന് ഹന്നയും ഞാനും ഫ്രണ്ട്സ് ആണ്. അയർ സെറ്റോട്ട് അടിച്ചു. അയർന്താ ഞങ്ങൾ തേങ്ങ ഇല്ലേ, തേങ്ങ അയർ ഇങ്ങനെ ഓഫ് ചെയ്യുന്നു. ഞങ്ങൾ ഓഫാക്കും. പിന്നെ ഞാൻ ഓണാക്കും. അപ്പം അത് കഴിഞ്ഞിട്ട്
ഞങ്ങൾ ഫ്രണ്ട്സായി. അമ്മ വരുമ്പോ അയ്യറിന് ഫ്രണ്ട്സായി. അത് എഴുതിയിട്ടില്ല. അമ്മ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അത് ഞങ്ങൾ ഫ്രണ്ട്സായി. അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണോ? സർ. ഇഷ്യൂ വാറണ്ട്.